ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്ന് നാം ആഘോഷിക്കുക കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ തിരുനാൾ നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഈസ്റ്ററിൻ്റെ കൃത്യം 40-ാം നാളിലാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത് എന്നാണ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്നും പുറത്തു കടന്നതിൻ്റെ 40-ാം വർഷം അവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു. ഒരു വിധത്തിൽ അതിനെക്കൂടെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ 40ൻ്റെ കണക്ക്. എന്നാൽ വ്യാഴാഴ്ച ഇടദിവസമായതുകൊണ്ട് അത് പിറ്റേ ഞായറാഴ്ച ആഘോഷിക്കുവാനാണ് സഭ തീരുമാനിച്ചത്. കാരണം ഈശോയുടെ തിരുനാൾ എല്ലാവരും ആഘോഷിക്കേണ്ട തിരുനാളാണ്. എല്ലാവർക്കും ആഘോഷിക്കുവാൻ തക്കവണ്ണം ഈ ഞായറാഴ്ചയിൽ ആഘോഷിക്കും. മാത്രമല്ല, നമുക്കറിയാം കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ച. കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്, പ്രിയപ്പെട്ടവരെ, രൂപത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ? ഈശോനാഥൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് ഈ ലോകത്തിൽ ചെയ്യാനുള്ള ദൗത്യം പൂർത്തീകരിച്ചിട്ട് വീണ്ടും സ്വർഗം പോകും. പക്ഷേ ഇറങ്ങി വന്നത് കർത്താവ് തനിയാണെങ്കിൽ ഇപ്പോഴ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടെയാണ്, തൻ്റെ മാനുഷികമായ ശരീരം കൂടെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ വെറും ഭൗമികരല്ല, നമ്മൾ സ്വർഗീയരാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് തരുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഒതുങ്ങേണ്ടവരല്ല, പിന്നെയോ നമ്മൾ സ്വർഗത്തിൽ കണ്ണും നട്ട് മുന്നേറേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈശോ സ്വർഗാരോഹണം ചെയ്തത് പ്രധാനമായും 5 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവിടുന്ന് ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം അടഞ്ഞുപോയ പർദീസായുടെ കവാടം തുറന്ന്, സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് മനുഷ്യവർഗത്തിന് മുഴുവനും തുറന്ന സ്വർഗം കാണിക്കാൻ വേണ്ടിയാണ്. ഇനിമേൽ നമുക്ക് മുകളിലുള്ളത് അടഞ്ഞ സ്വർഗമല്ല, പിന്നെയോ തുറന്ന സ്വർഗമാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ. എന്നിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് എന്തിനാ? ഈശോ പറയാണ്, ഞാൻ പോവുക. എന്തിനാണെന്നറിയാവോ? സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇടം സജ്ജമാക്കാൻ ഞാൻ പോവാം. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇടമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ, പ്രിയപ്പെട്ടവരെ, വെളിപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് മുകളിൽ തുറന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നമുക്ക് ഇടമുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് ഇടമുണ്ട്. അതും കൂടാതെ ഈശോ സ്വർഗാരോഹണം ചെയ്തത് മൂന്നാമത്തെ കാര്യം എന്താ? പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ഈശോ നമ്മളെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നില്ല. ഒരു വിധത്തിൽ അവിടുന്ന് മനുഷ്യനായി ജനിച്ചപ്പോൾ സമയത്തിലും കാലത്തിലും ഒതുങ്ങി. എന്നാൽ ഇപ്പോഴോ അവിടുന്ന് ആ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അതിരുകളെ ലംഘിച്ചുകൊണ്ട് നിത്യതയിലാകുക. പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് മഹാപുരോഹിതനായി, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ അടുത്ത്, അവിടുന്ന് തൻ്റെ പരമയാഗം പിതാവിൻ്റെ സന്നിധിയിൽ നിത്യപുരോഹിതനായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. എബ്രായർക്കുള്ള ലേഖനത്തിൽ അതാ പറയുക. നമുക്ക് വേണ്ടി പിതാവുമായിട്ട് ഉള്ള മധ്യസ്ഥം വഹിച്ച്, പിതാവുമായിട്ട് നമ്മളെ അനുരഞ്ജനപ്പെടുത്തി, പിതാവിൻ്റെ സ്നേഹത്തിൽ പിതാവിൻ്റെ മക്കളായി, പിതാവിൻ്റെ ജനമായി, പിതാവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെടുകയാണ് ഈശോയുടെ ഈ സ്വർഗാരോഹണത്തിലൂടെ.
പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നാലാമത്തേതോ, ഈശോ പോയത് എന്തിനാ? പരിശുദ്ധാത്മാവിനെ അയക്കാനാ. ഒരു വിധത്തിൽ ഈശോനാഥൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയിൽ ഒതുങ്ങിയിരുന്നു എങ്കിൽ ഇപ്പോഴ് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴോ ആ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുക. വലിയൊരു ദൗത്യമാണ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിന് ഈ സ്വർഗാരോഹണം വരെ ഈ ഭൂമിയിൽ തൻ്റേതായ ശരീരമുണ്ടായിരുന്നു. നമ്മളെ സ്നേഹത്തോടെ നോക്കാൻ തൻ്റെ കണ്ണുകൾ, നമ്മളെ ശ്രവിക്കുവാൻ അവിടുത്തെ കാതുകൾ, നമ്മളോട് സംസാരിക്കുവാൻ അവിടുത്തെ അധരങ്ങൾ, നമ്മളെ സ്പർശിക്കുവാൻ അവിടുത്തെ കരങ്ങൾ, നന്മ ചെയ്ത് ചുറ്റി നടക്കുവാൻ അവിടുത്തെ കാലുകൾ. എന്നാൽ സ്വർഗാരോഹണം ചെയ്തപ്പോഴോ അങ്ങനെ ആ കർത്താവിൻ്റെ ഈ ശാരീരികമായ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലാകുമ്പോൾ ആ കർത്താവിൽ നിറഞ്ഞിരുന്ന ആത്മാവ് നമ്മിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശരീരമായി മാറുക. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യരെ സ്നേഹത്തോടെ വീക്ഷിക്കുവാൻ കർത്താവിന് സ്വന്തമായ കണ്ണുകളില്ല, നമ്മുടെ കണ്ണുകളൊഴികെ. മനുഷ്യരെ ശ്രവിക്കുവാൻ സ്വന്തമായ കാതുകളില്ല, നമ്മുടെ കാതുകളൊഴികെ. നന്മ ചെയ്യുവാൻ സ്വന്തമായ കൈകളില്ല, നമ്മുടെ കൈകളൊഴികെ. സ്നേഹിക്കുവാൻ സ്വന്തമായ ഹൃദയമില്ല, നമ്മുടെ ഹൃദയങ്ങളൊഴികെ. നന്മ ചെയ്ത് ചുറ്റി നടക്കുവാൻ അവിടുന്ന് സ്വന്തം കാലുകളില്ല, നമ്മുടെ കാലുകളൊഴികെ. സന്നിഹിതനാകുവാൻ സ്വന്തമായ ശരീരമില്ല, നമ്മുടെ ശരീരമൊഴികെ. അപ്പോൾ വലിയൊരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്വർഗാരോഹണം നമ്മളെ ഏൽപ്പിക്കുന്നത്. ഈശോ തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ വേണേൽ പറയാം പൂർത്തീകരിച്ചത്, മനുഷ്യവർഗത്തിൻ്റെ രക്ഷണീയ കർമ്മം പൂർത്തീകരിച്ചു, ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിച്ചു. പ്രിയപ്പെട്ടവരെ, അത് ലോകം മുഴുവനും വ്യാപിപ്പിക്കണം, ലോക അന്ത്യത്തോളം തുടരണം. ആ ദൗത്യമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ആ ദൗത്യം നമ്മളെ ഏൽപ്പിക്കും. കർത്താവ് പോകുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവനും പോകണം, സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. അത് നമ്മുടെ വലിയ ദൗത്യത്തെക്കുറിച്ചാണ്. അന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മാലാഖമാരിറങ്ങി വന്നിട്ട് ശിഷ്യരോട് പറയും, നിങ്ങളെന്താ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങൾ താഴേക്ക് പോകണം, അവിടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുകളിലേക്ക് മാത്രം നോക്കി നിൽക്കേണ്ടവരോ പള്ളിക്കകത്ത് മാത്രം ഒതുങ്ങിക്കഴിയേണ്ടവരോ അല്ല. ലോകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ലോകത്തെ മുഴുവനും ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്തണം. ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങും നിറയ്ക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങും നിറവേറപ്പെടണം. ദൈവത്തിൻ്റെ പ്രവർത്തനം എവിടെയും നടക്കണം. ദൈവത്തിൻ്റെ സ്വരം എവിടെയും കേൾക്കപ്പെടണം. ദൈവത്തിൻ്റെ സ്തുതികൾ എല്ലായിടത്തും നിറയണം. ഒരു വിധത്തിൽ നമ്മുടെ ലോകം തന്നെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. ആ ആകാശവും ഭൂമിയും കൂടെ ഒന്നിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യ അനുഭവം. ഈശോനാഥൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ ആകാശത്തെ ഭൂമിയുമായി പ്രത്യേകമായിട്ട് ബന്ധപ്പെടുത്താനാണ്. എന്നിട്ടോ ഈ ലോകത്തെ മുഴുവനും ആകാശവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ഈശോ സ്വർഗാരോഹണം ചെയ്തത് എന്തിനാണെന്നറിയാമോ? വീണ്ടും വരാൻ വേണ്ടിയാണ്. അവിടുന്ന് വീണ്ടും വരുന്നത് എപ്പോഴാണ്? അവിടെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നന്നായിട്ട് പൂർത്തീകരിച്ചു എന്ന് കാണുമ്പോഴാണ്. കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടവരല്ല, അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടവരാണ്. അവിടെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകം തന്നെയും ദൈവരാജ്യമായി പരിവർത്തനപ്പെടണം. ആ ദൗത്യമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകമായിട്ട് തയ്യാറാകാം. നാം ഓരോരുത്തരിലൂടെയും കർത്താവ് ഇന്നത്തെ ലോകത്തെ സന്നിഹിതനാകട്ടെ. നാം ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ സ്വരം പ്രിയപ്പെട്ടവരെ ലോകത്തിൽ കേൾക്കപ്പെടട്ടെ. നാം ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ പ്രവർത്തനം ഈ ലോകത്ത് നടക്കട്ടെ.
കർത്താവിന് സാക്ഷ്യം വഹിച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഒരു രൂപത്തിൽ നമുക്കറിയാം, ഈ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് വീണ്ടുവരവ് വരെ ഈശോയുടെ രാജ്യത്തെ തിരുനാൾ കൊണ്ടാടുന്ന അവസരം വരെ ഒരു വിധത്തിൽ അത് സഭയുടെ കാലഘട്ടമാണ്. സഭയെന്ന് പറഞ്ഞാൽ ആരാ? നാം ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ചുകൂടി ദൈവാത്മാവിനാൽ പൂരിതരായി ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ, സ്വർഗത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ തിരുനാളിലൂടെ. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നന്നായിട്ട് നിറവേറ്റുവാൻ തയ്യാറാകാം. നമ്മൾ അലസരാകരുത്, വെറും നോക്കി ഇരിക്കുന്നവരാകരുത്, വെറും കാണികളായിരിക്കരുത്. നമുക്ക് കളത്തിലേക്ക് ഇറങ്ങാം, നമ്മുടെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റാം. ഇന്നത്തെ ലോകത്ത് ക്രിസ്തുവായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ തയ്യാറാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മഹോത്സവത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. സ്വർഗാരോഹണം ചെയ്ത ഈശോ നമ്മളിലൂടെ എന്നും ജീവിക്കട്ടെ. അവിടുത്തെ ചൈതന്യം, ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ എന്നും നയിക്കട്ടെ. അവിടുത്തെ വചനം നമ്മിലൂടെ നിറവേറപ്പെടട്ടെ. ആമേൻ.